രാവിലെ ഞങ്ങളൊന്ന് എറണാകുളത്ത് പോകാൻ നിന്നപ്പോഴാണ് ഇവൻ്റെ കൂട്ടുകാരിത് ഡെപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവൻ്റെ വീഡിയോ എടുത്ത് യൂട്യൂബിലിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ വന്നതാണേ. അപ്പോൾ അതേ കുട്ടുവാണെങ്കിൽ കറക്കാൻ നോക്കിയിട്ട് കറക്കാൻ പറ്റണില്ല. അമ്മേ ഞാനിത് കറക്കി പഠിച്ചാൽ എനിക്കും വാങ്ങിച്ചിടണമെന്ന് അവൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ അവൻ്റെ കൂട്ടുകാരിത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കറക്കിയൊക്കെ കാണിച്ചു തരണേ. അപ്പോൾ അതേ വാവ ഞാനാ ഡെപ്പോസിറ്റർ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് വട്ടത്തിൽ കിടന്ന് കറങ്ങാണ്. ഞങ്ങളത് കഴിഞ്ഞ് എറണാകുളത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവന് കുറച്ച് ബുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു റീൽസിൽ കണ്ടിട്ട് മേത്തർ ബസാറിലുള്ള സ്റ്റോറിലേക്ക് കണ്ടാ പോയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞ അത്രയും അഫോർഡബിൾ പ്രൈസ് ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അവിടെ ചെന്നപ്പോൾ ക്ലാസ്മേറ്റിൻ്റെ ബുക്കിനൊക്കെ 200 പേജിൻ്റെ അതിന് 21 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആകെ എനിക്ക് അതാണ് കേട്ടോ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിക്കണ പൈസ തന്നെയാണ്. അപ്പോൾ അതേ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയും അനിയനും കൂടി ഒരു പരിപാടിക്ക് പോയേക്കാം. അപ്പം ഞാൻ അവിടെ ദേ ഫ്രിഡ്ജിൽ നിന്ന് വാങ്ങിയെടുത്ത് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മിഠായി ഇരിക്കണ കണ്ടത്. പിന്നെ ആ മിഠായി എടുത്തത് അത് മൊത്തം ദേ കട്ടയായിട്ട് ഇരിക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നത് മെൽറ്റായപ്പോൾ അവനെടുത്ത് ഫ്രീസറിൽ വെച്ചതാണെന്ന് തോന്നുന്നത്. പിന്നെ ദേ ജ്യൂസൊക്കെ അടിച്ചത് കുടിക്കാൻ കേട്ടോ. വാവയാണെങ്കിൽ വാങ്ങിച്ച സാധനം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഈ കുട മിക്കവാറും ജൂണാകുമ്പോൾ വേറെ വാങ്ങിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവന്മാർ കളിച്ച് കളിച്ച് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദേ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണേ.